വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. ബിഹൈൻഡ് സെൻസേഷൻസ് എന്ന ബയോളജിയുടെ മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടേം 1 പരീക്ഷയൊക്കെ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ബയോളജി ചോദ്യപേപ്പർ കുറച്ച് പാടാണെന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്, കുറച്ച് പേര് എളുപ്പമാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. നമ്മുടെ ജോലി എന്താണ്? അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക എന്നുള്ളതാണ്, അല്ലേ? നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുക എന്നുള്ളതല്ല, ഫൈനൽ എക്സാമിന് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പുതിയ പാറ്റേൺ ആണ്, അതുകൊണ്ട് ചോദ്യങ്ങളിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നത് മാത്രം നിങ്ങൾ കണക്കാക്കുക. അപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ചോദ്യം വന്ന പാറ്റേണുകളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെ ഉത്തരം എഴുതണം, നമ്മൾ ഏത് രീതിയിൽ പഠിക്കണം എന്ന കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുക. ഓക്കെ, മാർക്ക് എന്തോ ആയിക്കോട്ടെ, അത് വിട്ടേക്ക്. വീട്ടുകാരിപ്പോൾ ഒന്ന് വഴക്ക് പറയുമായിരിക്കും, സാറേ ചിലപ്പോൾ ഒരു അടി തരുമായിരിക്കും, പോട്ടെ, കാര്യമാക്കണ്ട. ഓക്കെ, നമ്മുടെ ലക്ഷ്യം ഫൈനൽ എക്സാമാണ്. അപ്പോൾ പുതിയ പാറ്റേൺ ആയതുകൊണ്ട് തന്നെ ചോദ്യങ്ങളൊന്നും അത്ര ഈസി ആവില്ല എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? കാണാപ്പാഠം പഠിക്കുക, അതുപോലെ തന്നെ ഷോർട്ട് കട്ട് വഴി പഠിക്കുക എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ തന്നെ അങ്ങ് മാറ്റി വെച്ചു. കോൺസെപ്റ്റ് വളരെ വ്യക്തമായി തറവായി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇനി വരുന്ന പരീക്ഷകളിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആ ഷോർട്ട് കട്ട് പരിപാടികളൊന്നും ഇനി അങ്ങോട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായി ആദ്യം മുതലേ നന്നായി പഠിച്ചു പോവുക. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ചോദ്യപേപ്പർ കണ്ടപ്പോൾ തോന്നിയതും അതാ. നന്നായി പഠിച്ചൊരു കുട്ടിക്ക്, നന്നായി കോൺസെപ്റ്റ് അറിയാവുന്നുള്ളൊരു കുട്ടിക്ക് ഉത്തരം എഴുതാൻ പറ്റും, അല്ലേ? അവസാന നിമിഷം ഈ പറയുന്ന എന്താണ്, നമ്മുടെ ഈ വൺ ഷോട്ടും മാരത്തോണും ഒക്കെ മാത്രം കണ്ടിട്ട് പോയിട്ട് അങ്ങ് എഴുതി മാർക്ക് സ്കോർ ചെയ്യാനൊക്കെയാണ് ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ആദ്യമേ പ്രാക്ടീസ് ചെയ്താൽ അത്ര പാടൊന്നും ആയിരുന്നില്ല. അപ്പോൾ വാചകം പഠിക്കാനൊന്നും നിൽക്കുന്നില്ല, നേരെ സ്റ്റാർട്ട് ചെയ്യുന്നു. ബിഹൈൻഡ് സെൻസേഷൻ എന്നത് അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്. ഇവിടെ നമ്മൾ നമ്മുടെ സെൻസ് ഓർഗനുകളെ പറ്റിയിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ നോട്ട് അവൈലബിൾ ആണ്, അറിയാമല്ലോ. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ചാപ്റ്റർ തീരുന്ന മുറയ്ക്ക് ഞാൻ എന്ത് ചെയ്യാം, നോട്ട് അപ്ലോഡ് ചെയ്തേക്കാം. എടാ, സെൻസേഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ പുറത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നു, മുകളിൽ ഫാൻ കറങ്ങുകയാണ്, അപ്പോൾ അതിൻ്റെ കാറ്റ് എൻ്റെ ദേഹത്ത് വരുന്നുണ്ട്, എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ എൻ്റെ മുമ്പിലുള്ള ക്യാമറയും, അല്ലെ അതുപോലെ ഇപ്പോൾ ക്യാമറയൊന്നുമില്ല, മൊബൈൽ ഫോണാണ്, മൊബൈലും ലാപ്ടോപ്പും ഒക്കെ കാണുന്നുണ്ട്, അല്ലേ? ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയുന്നത് എന്തിലൂടെയാണ്? സെൻസേഷനിലൂടെയാണ്. അത് നമ്മൾ സഹായിക്കുന്നത് നമ്മുടെ ബ്രെയിനും സെൻസ് ഓർഗനുകളുമാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിനകത്തും ഒരുപാട് കാര്യം നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, വിശക്കുന്നു, ദാഹിക്കുന്നു, അല്ലേ? ചുമ വരുന്നു, പനി വരുമ്പോഴത്തേക്ക് നമുക്ക് അകത്തൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നു. അങ്ങനെ പല കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരം സെൻസേഷനുകൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, എന്തൊക്കെ ഓർഗനുകളാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പറയുന്ന സെൻസേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് കാര്യങ്ങൾ നോക്കാം. ഇവിടെ നോക്കി, ടീച്ചർ കുട്ടികളുടെ അടുത്ത് ഡിസ്കഷൻ നടത്തുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കുറേ കാര്യങ്ങൾ കാണും. ആ റീസണുകൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? റെസ്പോണ്ട് ചെയ്യാറുമുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു കൂട്ടുകാരനെ കണ്ടു, നിങ്ങൾ എന്ത് ചെയ്യും? കൈയെടുത്ത് കാണിച്ചിട്ട് ഹായ്, ഹലോ, അല്ലെങ്കിൽ അളിയ സുഖമാണോ എന്നൊക്കെ ചോദിക്കത്തില്ലേ? അപ്പോൾ കൂട്ടുകാരനെ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ അതിനൊരു റെസ്പോണ്ട് ചെയ്തു. നിങ്ങളൊരു വലിയ ശബ്ദം കേട്ടു, അല്ലേ? പെട്ടെന്ന് പൊട്ടുന്ന ഭയങ്കര ശബ്ദം കേട്ടു, പടക്കം പൊട്ടലോ എന്തോ ആയിക്കോട്ടെ. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ചെവി പൊത്തിപ്പിടിക്കും, അല്ലേ? നിങ്ങൾക്ക് ദാഹിക്കുമ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കും, നിങ്ങൾ വിശക്കുമ്പോൾ നിങ്ങൾ ഫുഡ് കഴിക്കുക, എന്നിങ്ങനെ ഒരുപാട് റീസൺസും അതിന് നമ്മൾ കുറേ റെസ്പോൺസും ചെയ്യാറുണ്ട്. അങ്ങനെ ഓരോ റീസണുകളും നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഈ റീസണുകളുണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ സത്യത്തിൽ എന്തെന്ന് പറയുന്നത്? സ്റ്റിമുലൈ അല്ലെങ്കിൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അപ്പോൾ വേറൊന്നുമില്ല, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ചുറ്റും നടക്കുമ്പോൾ നമ്മളത് സെൻസ് ചെയ്യും. ഒരു കാര്യം നടന്നതുകൊണ്ടാണല്ലോ നമ്മളത് സെൻസ് ചെയ്തത്, അതിനനുസരിച്ചാണല്ലോ നമ്മൾ റെസ്പോണ്ട് ചെയ്തത്. നമ്മൾ റോഡിൽ കൂടി നടന്നു പോകുമായിരുന്നു, പെട്ടെന്നൊരു പട്ടി കുരച്ചു, നമ്മൾ പേടിച്ചു. പട്ടി കുരച്ചുകൊണ്ടാണേ പേടിച്ച് നമ്മൾ അയ്യോ അമ്മയെന്ന് വിളിച്ച് ചാടി ഓടും, ആണോ അല്ലേ? നിങ്ങൾ കൂട്ടുകാരനെ കണ്ടു, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും നിങ്ങളുടെ ക്രഷിനെ കണ്ടു, നിങ്ങൾക്ക് കുറേ സന്തോഷമൊക്കെ തോന്നും, ഇല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും, ഓരോ റീസൺസിനും അനുസരിച്ചാണ് നമ്മുടെ ശരീരം റെസ്പോണ്ട് ചെയ്യുന്നത്. ആ റീസണുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റിമുലസ് എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റിമുലസ് എന്ന് വിളിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ തൊട്ടു, അല്ലെങ്കിൽ ഈ പറയുന്ന ലൈറ്റിൽ നിന്നുള്ള ലൈറ്റ് എന്നെ കണ്ണി വന്ന് തട്ടിയത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇതിനെ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലീഡ് ടു റെസ്പോൺസ് ഇൻ എ ലിവിങ് ബീയിങ് ഈസ് കോൾഡ് സ്റ്റിമുലസ്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. എന്താണ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതാണ് സ്റ്റിമുലസ്. എന്തുകൊണ്ടാണ്? എന്തെങ്കിലും ഒരു കാരണം കാണുന്നത് കൊണ്ടോ, കേൾക്കുന്നത് കൊണ്ടോ, തൊടുന്നത് കൊണ്ടോ, അറിയുന്നത് കൊണ്ടോ ഉണ്ടാകുന്നതാണ് ഈ പറയുന്ന റെസ്പോൺസ്. ആ റെസ്പോൺസ് ഉണ്ടാക്കുന്ന കാരണം എന്താണോ അതിനെയാണ് നമ്മൾ സ്റ്റിമുലസ് എന്ന് വിളിക്കുന്നത്. സ്റ്റിമുലസിനനുസരിച്ച് നമ്മുടെ ശരീരം എന്ത് ചെയ്യും? റെസ്പോണ്ട് ചെയ്യും. രണ്ട് സിമ്പിൾ പോയിന്റ്. ഇവിടെ തന്നിരിക്കുന്ന വേറൊന്നുമല്ല. ഇപ്പോൾ നിങ്ങൾ കൂട്ടുകാരനെ കണ്ടപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ നടന്നു? കൂട്ടുകാരനെ നമ്മൾ കാണണമെങ്കിൽ അവൻ്റെ ദേഹത്ത് തട്ടി വരുന്ന ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് എത്തണം, അല്ലേ? അപ്പോഴാണ് നമ്മൾ ഒബ്ജക്റ്റിനെ കാണുന്നത്. ആ കണ്ട ഇമ്പൾസ് നമ്മുടെ കണ്ണിൽ നിന്ന് എങ്ങോട്ട് പോകണം? ബ്രെയിനിൽ എത്തണം. ബ്രെയിൻ അതിനെ റെക്കഗ്നൈസ് ചെയ്യണം, അനലൈസ് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരാണെന്ന് പറയണം. എന്നിട്ട് നിങ്ങളുടെ ഈ പറയുന്ന കൈയെടുത്ത് പൊക്കി അവൻ ഹായ് എന്ന് കാണിക്കണമെങ്കിൽ കയ്യിലോട്ടുള്ള ഇമ്പൾസുകൾ ബ്രെയിനിൽ നിന്ന് പോകണം. അങ്ങനത്തെ കാര്യങ്ങൾ. ഇതൊക്കെ സിമ്പിളാണ്, വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. ഒന്നാമത്തെ പോയിന്റ്,
എന്താണ് ഒരു സ്റ്റിമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലീഡ് ടു ദ റെസ്പോൺസ് ഇൻ എ ലിവിംഗ് ബീയിങ് ഇസ് കോൾഡ് സ്റ്റിമുലസ്. ഈ സ്റ്റിമുലസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് എക്സ്റ്റേണൽ സ്റ്റിമുലൈ എന്നും ഇന്റേണൽ സ്റ്റിമുലൈ എന്നും. സ്റ്റിമുലസിൻ്റെ പ്ലൂറലാണ് സ്റ്റിമുലൈ. ഓക്കെ, അപ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, എക്സ്റ്റേണൽ എന്നും ഇന്റേണൽ എന്നും. നമ്മുടെ പുറത്തുള്ള എൻവയോൺമെൻറ്റ് കാരണമുണ്ടാകുന്ന റെസ്പോൺസുകളാണ് എക്സ്റ്റേണൽ സ്റ്റിമുലൈ കാരണം ഉണ്ടാകുന്ന റെസ്പോൺസ്. എന്നാൽ നമ്മുടെ ശരീരത്തിനകത്തുണ്ടാവുന്ന കാരണങ്ങളാണ് ഇന്റേണൽ സ്റ്റിമുലൈ എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, നമുക്ക് വിശപ്പ് തോന്നുന്നു. വിശപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് പോകുന്നത്. അപ്പോൾ ഇതൊരു ഇൻറ്റേർണൽ സ്റ്റിമുലൈ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലേ? അത് കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഹാരം കഴിക്കുന്നത്. നമുക്ക് ദാഹം തോന്നുന്നു, നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നു, ഇതൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് കിടക്കുന്നതാണ്. അപ്പോൾ ഇത് ഇൻറ്റേർണൽ സ്റ്റിമുലൈ അല്ലേ, ഇൻറ്റേർണലായ കാരണമാണ് അവിടെ ഉണ്ടാകുന്നത്. എ റാബിറ്റ് അപ്പോൺ സീയിങ് എ ലയൺ ഗെറ്റ്സ് സ്കേർഡ് ആൻഡ് റൺസ് അവേ അല്ലേ. ഒരു മുയൽ സിംഹത്തിനെ കണ്ട് ഓടുന്നു, സിംഹം പുറത്തല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ഇത് എക്സ്റ്റേണൽ സ്റ്റിമുലൈ ആണ് അല്ലേ. നമ്മൾ ഒന്നിനെ കാണും, ഞാൻ നേരത്തെ പറഞ്ഞു പട്ടിയെ കണ്ട് നമ്മൾ പേടിച്ചോടി, എക്സ്റ്റേണൽ. ബ്ലാങ്കറ്റ് ഓൺ കീപ്പിംഗ് ഔട്ട് കോൾഡ്, പുറത്ത് അറ്റ്മോസ്ഫിയർ തണുത്തത് കൊണ്ടല്ലേ നമ്മൾ ബ്ലാങ്കറ്റ് മൂടി കടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ അത് എക്സ്റ്റേണൽ സ്റ്റിമുലൈ. ഹോൾഡിങ് ആൻ അംബ്രല്ല ടു കീപ്പ് ഔട്ട് റെയിൻ, എക്സ്റ്റേണൽ സ്റ്റിമുലസ് ആണ് അല്ലേ. കാരണം മഴ എന്നത് പുറത്ത് കടന്നുകൊണ്ടാണ് നമ്മൾ കുട ചൂടിയത്. അപ്പോൾ കുട ചൂടാൻ എന്ന് പറയുന്ന റെസ്പോൺസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായത് പുറത്ത് മഴ എന്ന് പറയുന്ന സ്റ്റിമുലൈ വന്നതുകൊണ്ടാണ്. ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസസ് ഡ്യൂറിങ് സർട്ടൻ ഡിസീസസ്, ഇൻറ്റേർണൽ സ്റ്റിമുലൈ ആണല്ലേ. ശരീരത്തിന് ഈ പുറത്തുള്ള ജേംസിന് ചെറുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ബോഡി ടെമ്പറേച്ചർ കൂടുന്നത്. അതിലോട്ട് നമ്മൾ പോകണ്ട, നടക്കുന്ന ശരീരത്തിനകത്താണല്ലോ. അപ്പോൾ അത് ഇൻറ്റേർണൽ സ്റ്റിമുലൈ. അപ്പോൾ നമുക്ക് സ്റ്റിമുലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ റെസ്പോൺസ് ഉണ്ടാക്കുന്ന കാരണത്തെ സ്റ്റിമുലൈ എന്ന് വിളിക്കാം. സ്റ്റിമുലൈ രണ്ട് തരത്തിലുണ്ട്, എക്സ്റ്റേണൽ സ്റ്റിമുലൈയും ഇൻറ്റേർണൽ സ്റ്റിമുലൈയും. പുറത്ത് നടന്നാലത് എക്സ്റ്റേണൽ, അകത്ത് കിടന്നാലത് ഇൻറ്റേർണൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഞാൻ കുറച്ച് റെസ്പോൺസ്, ഇത് നമ്മുടെ നോട്ടാണ്, ഇത് നമ്മുടെ വിശദമായിട്ടുള്ള നോട്ടായിരിക്കും, പേജിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. നമ്മൾ റിവിഷൻ സമയത്തായിരിക്കും ഷോർട്ട് നോട്ടും വൺ ഷോട്ട് നോട്ടും ഒക്കെ തരുന്നത്. ഇത് വലിയ നോട്ടായിരിക്കും, എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പറ്റും, ഓക്കെ, എനി ചേഞ്ച് ഇൻ ദ എൻവയോൺമെൻറ്റ്, നമ്മുടെ ചുറ്റും ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു ചേഞ്ച്, അത് അകത്താകാം അല്ലെങ്കിൽ പുറത്താകാം, എന്ത് പറ്റും? ദാറ്റ് കോസസ് എ ലിവിങ് ബീയിങ് ടു റെസ്പോണ്ട്. ഒരു ലിവിങ് ബീയിങ് ഏതോ ആയിക്കോട്ടെ, അതിന് ഒരു റെസ്പോൺസ് ഉണ്ടാക്കുന്ന കാരണത്തെയാണ് നമ്മൾ സ്റ്റിമുലസ് എന്ന് വിളിക്കുന്നത്. രണ്ടെന്ന് വിളിക്കാം അല്ലേ. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്റ്റിമുലസ് ആർ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലീഡ് ടു റെസ്പോൺസ് ഇൻ എ ലിവിങ് ബീയിങ് എന്ന് പഠിച്ചു വയ്ക്കണം. രണ്ട് തരത്തിലുണ്ട്, എക്സ്റ്റേണലും ഉണ്ട് ഇൻറ്റേർണലും ഉണ്ട്. കംസ് ഫ്രം ഔട്ട്സൈഡ് ദ ബോഡി, ശരീരത്തിന് പുറത്തു നിന്നുണ്ടാകുന്ന സ്റ്റിമുലസുകളെ എക്സ്റ്റേണൽ എന്നും ശരീരത്തിൻ്റെ അകത്തു നിന്നുണ്ടാകുന്നതിനെ ഇൻറ്റേർണൽ എന്ന് വിളിക്കും. സീയിങ് എ ലയൺ, കോൾഡ് വെതർ, റെയിൻ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എക്സ്റ്റേണൽ. എന്നാൽ നമുക്ക് വിശപ്പ് ഫീൽ ചെയ്യുന്നത്, പനി പിടിക്കുന്നതൊക്കെ എന്താണ്? ഇൻറ്റേർണൽ എന്നും പറയാനായിട്ട് പറ്റും. അപ്പോൾ സ്റ്റിമുലൈ മനസ്സിലായി, റെസ്പോൺസ് മനസ്സിലായി. അടുത്ത് വരുന്ന ചോദ്യം, എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന സ്റ്റിമുലൈസിനെ അല്ലെങ്കിൽ സ്റ്റിമുലൈകളെ അറിയുന്നത് അല്ലേ? ഹൗ ഡസ് ദ ബോഡി റെക്കഗ്നൈസസ് ദി സ്റ്റിമുലൈ? ഇതിനെങ്ങനെയാണ് നമ്മുടെ ശരീരം തിരിച്ചറിയുന്നത്? അത് തിരിച്ചറിയുന്നത് എന്തിലൂടെയാണ്? റിസെപ്റ്ററുകളിലൂടെയാണ്. എന്തിലൂടെയാണ്? റിസെപ്റ്ററുകളിലൂടെയാണ്. നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ സ്കിന്നടുക്കത്തായിക്കോട്ടെ, കണ്ണിനകത്തായിക്കോട്ടെ, എല്ലായിടത്തും ഈ പറയുന്ന റിസെപ്റ്ററുകളുണ്ട്. നമ്മളതിനെ സെൻസറി റിസെപ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? സെൻസ് ചെയ്യാൻ സഹായിക്കുന്ന റിസെപ്റ്റർ, സെൻസറി റിസെപ്റ്റർ. സിമ്പിളാണ്. അപ്പോൾ സെൻസറി റിസെപ്റ്റേഴ്സ് എവിടെ കാണും? ഈ നെർവ് എൻഡിങ്സിലാണ് കാണുന്നത്. എവിടെയാണ് കാണുന്നത്? നെർവിൻ്റെ എൻഡിങ്ങിലാണ് ഈ പറയുന്ന സെൻസറി റിസെപ്റ്റേഴ്സ് കാണുന്നത്. ഇത് പുറത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു സെൻസേഷൻ കിട്ടുമ്പോഴത്തേക്കും അതൊരു ചാർജ് ഉണ്ടാക്കും, ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാക്കും, ഒരു കറണ്ട് ഉണ്ടാക്കും എന്നാലോചിച്ചാൽ മതി. ഈ കറണ്ട് ഉണ്ടാകുന്നതിനനുസരിച്ച് നമ്മുടെ നെർവിനകത്ത് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകും. അപ്പോൾ സംഭവം എത്രയാണോ, പുറത്ത് ഇവിടെ ഒരാൾ തൊട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ തൊട്ടു എന്ന് പറയുന്നത് ഒരു സെൻസാണ്. ഈ സെൻസേഷൻ അനുസരിച്ച് ഈ പറയുന്ന നെർവിലെ റിസെപ്റ്ററുകൾ എന്ത് ചെയ്യും? ചെറിയൊരു കറണ്ട് ഉണ്ടാക്കും. ഈ കറണ്ട് ട്രാവൽ ചെയ്ത് നമ്മുടെ നെർവിലെത്തും. അപ്പോൾ നെർവ് അതനുസരിച്ച് എന്തുണ്ടാകും? ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ആക്ഷൻ പൊട്ടൻഷ്യൽ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ. നെർവ് ഇങ്ങനെ ഇരിക്കുന്നു, അകത്ത് നെഗറ്റീവ് ചാർജ്, പുറത്ത് പോസിറ്റീവ് ചാർജ്. എന്തെങ്കിലും ഒരു സ്റ്റിമുലൈ ഉണ്ടാകുമ്പോഴത്തേക്കും ഈ ചാർജ് അകത്തോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ പഠിച്ചു, തൊട്ട് മുന്നത്തെ ചാപ്റ്റർ പഠിച്ചു. അതിവിടെ നടക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആർ പ്രൊഡ്യൂസ്ഡ്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. എപ്പോൾ? റിസെപ്റ്ററുകളിൽ. എന്തിനനുസരിച്ച്? സ്റ്റിമുലസിനനുസരിച്ച്. അപ്പോൾ ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലൈക്ക് അനുസരിച്ച് ആദ്യം ഈ പറഞ്ഞ സെൻസറി റിസെപ്റ്ററിൽ ഒരു എന്തുണ്ടാകും? ഒരു ഇമ്പൾസ് ഉണ്ടാകും, കറണ്ട് ഉണ്ടാകും. ഈ കറണ്ടിൻ്റെ അളവ് ഒന്ന് കൂടി കഴിയുമ്പോഴത്തേക്കും ഇതിനനുസരിച്ച്, ഇതിനാണ് നമ്മൾ റിസെപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. റിസെപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ എന്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ടേജ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്. അത് തന്നെ സാധനം, അതിൻ്റെ ചെറിയ ഫോം. അപ്പോൾ നമ്മൾ
സ്കിന്നിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ റിസപ്റ്റേഴ്സ് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തുണ്ടായി? പുറത്തു നിന്നൊരു സ്റ്റിമുലൈ ഉണ്ടായി. സ്റ്റിമുലൈ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സ്റ്റിമുലൈക്ക് അനുസരിച്ച് ഇവിടെ എന്തുണ്ടാകും? ഒരു ഇമ്പൾസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു കറണ്ട് ഉണ്ടാകും. അതിനെയാണ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഈ റിസപ്റ്റർ പൊട്ടൻഷ്യലിൻ്റെ അളവ് കൂടുമ്പോഴത്തേക്കും നമ്മുടെ നെർവ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകും. കാരണം ഇത് ഉണ്ടാക്കുന്ന ചെറിയ കറണ്ടാണ്. ഇത് ബ്രെയിനിലോട്ടൊന്നും എത്താനുള്ള ശക്തിയില്ലെന്ന് കൂട്ടിക്കും. അപ്പോൾ ബ്രെയിനിൽ വരെ നമുക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? കുറച്ചുകൂടി കഴിവുള്ള ശക്തിയുള്ള എന്ത് വേണം? കറണ്ട് വേണം. ഇതാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ആരുണ്ടാക്കും? അടുത്തുള്ള ന്യൂറോൺ ഉണ്ടാക്കും. ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ നേരെ എങ്ങോട്ട് പോകും? പിന്നെ നിങ്ങൾക്ക് അറിയാലോ, സിനാപ്സ്, അടുത്ത നെർവ്, അങ്ങനെ ട്രാവൽ ചെയ്ത് എങ്ങോട്ടെത്തും? നമ്മുടെ ബ്രെയിനിലോട്ടെത്തും. എവിടെ കൊണ്ടെത്തും? നമ്മുടെ ബ്രെയിനിലോട്ടെത്തും. ഓക്കെ. ദ ഇമ്പൾസ് റീച്ച് ദ റിലേറ്റഡ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ഫോംസ് അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ബ്രെയിൻ അത് പ്രോസസ്സ് ചെയ്യുന്നു. ഇന്റർ ന്യൂറോൺ, ഓർമ്മയില്ലേ? മോട്ടോർ ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. പോവും. എന്നിട്ട് ബ്രെയിൻ എന്ത് ചെയ്യും? റെസ്പോൺസ് ഉണ്ടാക്കിയിട്ട് ആർക്ക് പറഞ്ഞു വിടും? അത് മസിലിലോട്ട് പറഞ്ഞു വിടും. അപ്പോൾ അതനുസരിച്ച് മസിൽ എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. മസിൽ എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. ഇതാണ് നമ്മുടെ നമ്മുടെ റിഫ്ലക്സ് ആർക്കൊക്കെ പഠിച്ച പോലത്തെ സംഭവം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരം എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്? സെൻസ് ഓർഗനുകളുണ്ട്. സെൻസ് ഓർഗനുകൾ എക്സ്റ്റേണൽ സ്റ്റിമുലസ് ആയിക്കോട്ടെ ഇൻറ്റേർണൽ സ്റ്റിമുലസ് ആയിക്കോട്ടെ അതിനെ ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിലോട്ട് എത്തിക്കും. നെർവസ് സിസ്റ്റം അതനുസരിച്ച് എന്ത് ചെയ്യും? മസിലിനെയും അതുപോലെ തന്നെ മറ്റ് ഹോർമോൺ പ്രൊഡക്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹൗ ഡു വി ഡിറ്റക്ട് സ്റ്റിമുലൈ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം സെൻസറി റിസപ്റ്റേഴ്സ് ഉണ്ട്. അവർ സ്പെഷ്യൽ സെല്ലുകളാണ്. അവർ എന്തുണ്ട്? സ്റ്റിമുലസ് ഡിറ്റക്ട് ചെയ്യും. അങ്ങനെ സ്റ്റിമുലസ് കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? റിസപ്റ്റർ പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. ഈ റിസപ്റ്റർ പൊട്ടൻഷ്യൽ നെർവിൽ എന്തായിട്ട് മാറും? ആക്ഷൻ പൊട്ടൻഷ്യലായിട്ട് മാറിയിട്ട് അത് നെർവ് ഇമ്പൾസിൻ്റെ രൂപത്തിൽ ബ്രെയിനിലോട്ട് പോകും. ബ്രെയിൻ എന്ത് ചെയ്യും? ഈ പറയുന്ന നെർവ് ഇമ്പൾസുകളെ പ്രോസസ്സ് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള എന്ത് ചെയ്യും? റെസ്പോൺസ് എടുക്കും. എന്നിട്ട് അപ്രോപ്രിയേറ്റ് ഉള്ള ഇൻസ്ട്രക്ഷൻസ് മറ്റ് ശരീരഭാഗത്തിലോട്ട് ബ്രെയിൻ എന്ത് ചെയ്യും? കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മളെ പരിപാടി എന്ന് പറയുന്നത്. ഇപ്പോൾ കൂട്ടുകാരനെ കണ്ടു കഴിഞ്ഞു. കണ്ണ് എന്ത് ചെയ്തു? സെൻസ് ചെയ്തു. അത് ബ്രെയിനിലോട്ട് പോയി. ബ്രെയിൻ അത് റെക്കഗ്നൈസ് ചെയ്തു. നിങ്ങളത് എന്ത് ചെയ്തു? ചിരിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഹീന്ന് ചിരിക്കും. അല്ലെങ്കിൽ ശത്രുവിനെ കണ്ടു നമ്മൾ ഒന്ന് ദേഷ്യപ്പെടും. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. മസിലും ഗ്ലാൻഡുകളും ഒക്കെയാണ് ഇതിന് നമ്മൾ റെസ്പോൺസ് ഓർഗൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇതിന് ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമ്മുടെ സെൻസുകളെ പറ്റി പറയാൻ പോവുകയാണ്. നമ്മുടെ സെൻസുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. രണ്ടായിട്ട് തിരിക്കാം. ഒന്നെന്ന് പറയുന്നത് ജനറൽ സെൻസസ് എന്നും മറ്റൊന്നെന്ന് പറയുന്നത് സ്പെഷ്യൽ സെൻസ്. ജനറൽ സെൻസും സ്പെഷ്യൽ സെൻസും ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ എൻ്റെ കണ്ണിൽ തൊട്ട കാര്യം ഞാൻ അറിഞ്ഞു. കയ്യിൽ തൊട്ടു അറിഞ്ഞു. കാലിൽ തൊട്ടു അറിഞ്ഞു. എൻ്റെ കണ്ണിൽ ഒരു ചെറിയ കണ്ണ് വേണ്ട, മുഖത്തൊരു ചെറിയ പിന്നിട്ട് ഞാൻ കുത്തി, വേദനിച്ചു. കയ്യിൽ കുത്തി വേദനിച്ചു. കാലൊരു കുത്തു കൊടുത്താലും വേദനിക്കും. അപ്പോൾ ഈ പെയിൻ, അതുപോലെ ചൂട്, ഹീറ്റ്, ശരീരത്തിൽ എവിടെ തൊട്ടാലും നമ്മൾ സെൻസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പെയിന്, ഹീറ്റ്, പ്രഷർ പോലെയുള്ള സെൻസുകൾ ജനറൽ സെൻസാണ്. ജനറൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എല്ലാവർക്കും അതെന്താണ്? ബാധകമാണ്. പ്രത്യേകതയൊന്നുമില്ല. അപ്പോൾ എല്ലാ സെൻസ് ഓർഗനുകൾക്കും കോമൺ ആയിട്ട് സെൻസ് ചെയ്യാൻ പറ്റുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജനറൽ സെൻസുകൾ എന്ന് വിളിക്കുന്നത്. ജനറൽ സെൻസുകൾ എന്ന് വിളിക്കുന്നത്. നേരെ മറിച്ച് സ്പെഷ്യലായിട്ടുള്ള ഓർഗനുകൾക്ക് മാത്രം ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന സെൻസുകൾ നമ്മൾ സ്പെഷ്യൽ സെൻസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ആഹാര സാധനം എടുത്തിട്ട് നാവിൽ വെച്ചാലേ എനിക്ക് രുചി അറിയാൻ പറ്റുള്ളൂ. സെൻസറി ഓർഗൻ ആണെന്ന് പറഞ്ഞിട്ട് എൻ്റെ കണ്ണിൽ തേച്ച് കഴിഞ്ഞാൽ രുചി അറിയാൻ പറ്റുമോ? ഇല്ല. കേൾക്കണമെങ്കിൽ ശബ്ദം ചെവിയിലെത്തണം. കണ്ണുകൊണ്ട് കേൾക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കണ്ണുകൊണ്ട് കേൾക്കാനും പറ്റത്തില്ല, നാവുകൊണ്ട് കാണാനും പറ്റത്തില്ല. ഓരോന്നിനും പ്രത്യേകതയായിട്ടുള്ള ഓർഗനുകളുണ്ട്. അത്തരം സെൻസുകളെ നമ്മൾ സ്പെഷ്യൽ സെൻസ് എന്ന് വിളിക്കും. മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇന്ന് സ്കിന്ന്, മസിൽ, ജോയിൻറ്റ്, അതുപോലെ ഇൻറ്റേർണൽ ഓർഗൻസ്, ബ്ലഡ് വെസൽസ് എല്ലാത്തിനകത്തും ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള സെൻസുകൾ ലൈക്ക് പെയിൻ, ഹീറ്റ്, പ്രഷർ, ഇതിനെയാണ് നമ്മൾ ജനറൽ സെൻസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ബട്ട് ദ റിസപ്റ്റേഴ്സ് കോൺസെൻട്രേറ്റഡ് ഓൺലി ഇൻ സർട്ടൻ ഓർഗൻസ്. ചില ഓർഗനുകളിൽ മാത്രം ചില റിസപ്റ്റേഴ്സുകളുണ്ട്. അതെന്ത് ചെയ്യും? ഇപ്പോൾ വിഷൻ, ഹിയറിങ്, ടേസ്റ്റ്, സ്മെല്ല് പോലെയുള്ള സാധനങ്ങൾ തരും. അതിനാണ് നമ്മൾ സ്പെഷ്യൽ സെൻസുകൾ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിയോ, സെൻസുകൾ എത്ര ടൈപ്പ് ഉണ്ട്? 2. ജനറൽ സെൻസും ഉണ്ട്, സ്പെഷ്യൽ സെൻസും ഉണ്ട്. അപ്പോൾ എന്താ ജനറൽ സെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഡിറ്റക്റ്റഡ് ബൈ റിസപ്റ്റേഴ്സ് ഇൻ ദ സ്കിന്ന്, മസിൽ, ജോയിൻറ്റ് ആൻഡ് ഇൻറ്റേർണൽ ഓർഗൻസ്, കോമൺ ആയിട്ടുള്ളത്. എന്നാൽ ഓൺലി ഇൻ സ്പെഷ്യലൈസ്ഡ് ഓർഗൻസിൽ മാത്രം കാണുന്നതാണ് എന്ത്? സ്പെഷ്യൽ സെൻസസ് എന്ന് പറയുന്നത്. വാട്ട് ഡു ജനറൽ സെൻസസ് റിസപ്റ്റേഴ്സ് ഡിറ്റക്ട്? ഈ ജനറൽ സെൻസ് റിസപ്റ്റേഴ്സ് എന്തൊക്കെയാണ് അംഗീകരിക്കുന്നത് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നത്? പെയിന്, ഹീറ്റ്, പ്രഷർ പോലെയുള്ളവ. ഇതെവിടെയൊക്കെ കാണുന്നത്? മസിൽ, ജോയിൻറ്റ്, അതുപോലെ ഇൻറ്റേർണൽ ഓർഗനിൽ കാണും. സ്പെഷ്യൽ സെൻസുകളാണെങ്കിലോ ചില പ്രത്യേക ഭാഗങ്ങൾ, ഇപ്പോൾ ഇയർ, ടങ്, നോസ്, ഐസിന് പോലെയുള്ളവർക്ക് മാത്രം പറ്റുന്ന പ്രത്യേക കാര്യങ്ങൾ. ഒരു എക്സാമ്പിൾ നോക്കിയാൽ സെൻസ് ഓർഗൻ്റെ പേര്
ഐ. ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ഈ ടേബിളാണ് ഐക്കകത്ത് ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉണ്ട്. എന്തിനെ സെൻസ് ചെയ്യും? ലൈറ്റിനെ സെൻസ് ചെയ്യും. ഇവിടുത്തെ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ലൈറ്റ് വന്നാൽ അപ്പോൾ കണ്ണാണ് സെൻസ് ചെയ്യുന്നത്. ഇനി സൗണ്ട് വന്നാൽ അത് സെൻസ് ചെയ്യുന്നത് ഇയർ ആണ്. അവിടെ നമ്മൾ ഫോണോ റിസപ്റ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, അത് മാത്രം പഠിച്ചാൽ മതി. ഇനി രുചി എന്നതറിയാൻ നമുക്ക് നാവ് വേണം. അതിനകത്ത് കീമോ റിസപ്റ്റേഴ്സ് ഉണ്ട്. പ്രഷറും ടച്ചും നമുക്ക് ടച്ച് റിസപ്റ്റേഴ്സ് ഉണ്ട്. അത് സ്കിന്നിൽ മൊത്തമായിട്ടുണ്ട്, എല്ലായിടത്തും ഇത് കാണും. ഇനി മണം കിട്ടണമെങ്കിൽ നമ്മുടെ മൂക്ക് വേണം. അതിനകത്ത് ഓൾ ഫാക്ടറി റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ അതും ഒരു കീമോ റിസപ്റ്റർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചില പ്രത്യേക സെൻസുകൾ അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് സെൻസസ്. അപ്പോൾ സെൻസസ് എന്ന് പറയുന്നത്, സെൻസസ് എന്ന് വെച്ചാൽ ആളുടെ എണ്ണം എടുക്കുന്ന അല്ലേ. ഇത് സെൻസുകൾ എന്ന് പറയുന്നത് ജനറലായുള്ള സെൻസും ഉണ്ട്, സ്പെഷ്യൽ സെൻസും ഉണ്ട്. ഇനി നമ്മളിനി പഠിക്കാൻ പോകുന്നത് സ്പെഷ്യൽ സെൻസുകൾ തരുന്ന ഓർഗനുകളെ പറ്റിയാണ്. അത് കണ്ണിൽ നിന്ന് തുടങ്ങും. കണ്ണിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. തൊട്ടടുത്തതിലോട്ട് പോകുന്നു, കണ്ണിൻ്റെ അസുഖങ്ങൾ പഠിക്കുന്നു, അങ്ങനെ പോവുകയാണ്. ഓക്കെ, അങ്ങനെ അത്യാവശ്യം വലിയ ചാപ്റ്ററാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിയൊരു ചാപ്റ്ററാണിത് കേട്ടോ. കണ്ണ് തന്നെ തുടങ്ങിയിട്ട് ഇതാ തീരുന്നില്ല കണ്ടോ. കണ്ണ് ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഹിയറിങ്ങിനെ പറ്റി പഠിക്കും. അങ്ങനെ നീണ്ടങ്ങ് പോവും. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും പറയുന്നുള്ളൂ. ഇൻട്രൊഡക്ഷനാണ്, ഇത്രയും കാര്യമാണ്. അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? കണ്ണിനെ പറ്റി അടുത്ത ക്ലാസ് പഠിക്കും. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.